നിങ്ങൾക്കറിയാമോ, ഒരു സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് പോലും മാറ്റാൻ ശേഷിയുള്ള കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി ആരാണെന്ന്? രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം സിനിമയ്ക്ക് ഒരുപക്ഷെ മലയാള സിനിമയിൽ മറ്റൊരു സിനിമയ്ക്കും സംഭവിക്കാത്ത, അല്ലെങ്കിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം തിയേറ്ററിൽ എത്തും മുമ്പ് സംഭവിച്ചിരുന്നു. ഒരു കുടുംബത്തിന്റെ ഹർജിയുടെ പേരിൽ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറ്റിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അതെ, മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമൺ പോറ്റി എന്നത് മാറ്റി കൊടുമൺ പോറ്റി എന്നാക്കി. ഇനിയാണ് ചോദ്യം, ആരാണീ കുഞ്ചമൺ പോറ്റി? ഈ ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് എന്തുകൊണ്ട് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റി എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം. കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലക്കാരാണ് ഭ്രമയുഗത്തിന്റെ റിലീസ് തടയണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്നതാണെന്നുമായിരുന്നു കുഞ്ചമൺ ഇല്ലത്തിന്റെ ആക്ഷേപം. കേസ് പരിഗണിക്കവേ തന്നെ കഥാപാത്രത്തിന്റെ പേര് മാറ്റി വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ വിവാദം അവസാനിച്ചെങ്കിലും മലയാളികളുടെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് പോലും മാറ്റാൻ ശക്തനായ ആ കുഞ്ചമൺ പോറ്റി ആരാണ്? കുഞ്ചമൺ പോറ്റിയുടെ കൃത്യമായ ചരിത്രമൊന്നും എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് കുഞ്ചമൺ പോറ്റിയെക്കുറിച്ച് പരാമർശമുള്ളത്. കോട്ടയത്ത് ഇന്നും കുഞ്ചമൺ ഇല്ലം നിലനിൽക്കുന്നതിനാൽ കുഞ്ചമൺ പോറ്റി എന്നൊരു മഹാമാന്ത്രികൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു വെച്ചത് അത്രയും വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഐതിഹ്യമാല അനുസരിച്ച് ആരാണ് കുഞ്ചമൺ പോറ്റി എന്ന കഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്താണ് കുഞ്ചമൺ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. 3 നൂറ്റാണ്ട് മുമ്പാണത്രേ മാവേലിക്കരയിൽ നിന്നും മഹാമാന്ത്രികനായ പുഞ്ചമൺ പോറ്റി ഇന്ന് ഇല്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അതും മഹാരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച്. അവിടെ നിന്നാണ് കുഞ്ചമൺ പോറ്റിയുടെ കഥ തുടങ്ങുന്നത്. ബാലശാസ്താവ് അഥവാ കുട്ടിച്ചാത്തൻ്റെ ഉപാസകനായിരുന്നു കുഞ്ചമൺ പോറ്റി. പറയുന്നതെന്തും അനുസരിക്കാൻ തയ്യാറായി പോറ്റിയുടെ സന്തത സഹചാരിയായി കുട്ടിച്ചാത്തൻ എന്നും ഉണ്ടായിരുന്നത്രേ. അക്കാലത്ത് തെക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും പോറ്റിയെ തേടി ആളുകൾ ഈ ഇല്ലത്തേക്ക് എത്തിയിരുന്നു. കടമറ്റത്ത് കത്തനാരുടെയും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിൻ്റെയും സമകാലികനായിരുന്നു കുഞ്ചമൺ പോറ്റി. കടമറ്റത്ത് കത്തനാർ മഹാമാന്ത്രികനായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. മഹാപണ്ഡിതനും ഭദ്രകാളിയുടെ ഉപാസകനുമായിരുന്നു ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്. ഇദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സമകാലികർ മാത്രമല്ല, സുഹൃത്തുക്കളുമായിരുന്നു ഈ 3 പേരും. ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ പുഞ്ചമൺ ഇല്ലത്തെത്തി. പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ചാണ് കത്തനാർ എത്തിയത്. വള്ളത്തിലായിരുന്നു കത്തനാർ ഇല്ലം സന്ദർശിക്കാൻ എത്തിയത്. കടവിൽ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ പോറ്റി സൽക്കരിച്ചു. തിരിച്ചു പോകാനായി കടവിലേക്ക് ചെന്നപ്പോൾ അവിടെ കത്തനാർ വന്ന വള്ളം കാണാനില്ലായിരുന്നു. പുഞ്ചമൺ പോറ്റി തൻ്റെ മന്ത്രസിദ്ധി ഉപയോഗിച്ച് കത്തനാരുടെ വള്ളം മരത്തിന് മുകളിലേക്ക് കയറ്റി വച്ചിരുന്നു. അങ്ങ് മഹാമാന്ത്രികനല്ലേ, ചെയ്യാവുന്നത് ചെയ്യൂ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോറ്റി കത്തനാരോട് പറഞ്ഞു. വള്ളമിറക്കാൻ ഞാൻ ഇല്ലത്തെ അന്തർജനങ്ങളെ വരുത്തിക്കും എന്ന് കത്തനാർ മറുപടി പറഞ്ഞപ്പോൾ തോൽവി സംബന്ധിച്ച പോറ്റി മന്ത്രിച്ച് വള്ളം താഴേക്കിറക്കി. എന്നാൽ ഇനി ഞാൻ വേറെ വഴിയിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ കത്തനാർ ഒരു വാഴയില വള്ളമാക്കി അവിടെ നിന്ന് യാത്ര തിരിച്ചു എന്നതാണ് കഥ. ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടുമായും ഇത്തരത്തിലൊരു തർക്കം കുഞ്ചമൺ പോറ്റി നടത്തിയതായി പറയപ്പെടുന്നു. ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി അദ്ദേഹത്തെ കാണാനെത്തി. കുശലം പറഞ്ഞിരിക്കവേ ഇരുവരുടെയും ആരാധനാമൂർത്തികളുടെ വൈഭവത്തെക്കുറിച്ച് തർക്കമായി. ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം, ചാത്തൻ പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്നതായിരുന്നു പോറ്റിയുടെ നിലപാട്. എന്നാൽ അതൊന്നറിയണമല്ലോ എന്നായി നമ്പൂതിരിപ്പാട്. അങ്ങനെ ഇരുവരും തങ്ങളുടെ ആരാധനാമൂർത്തികളെ കൊണ്ട് വെറ്റില മുറുക്കാനും കോളാമ്പിയും വരുത്തി. തൻ്റെ കുട്ടിച്ചാത്തനെ പോലെ കാളി നമ്പൂതിരിപ്പാടിനും എല്ലാ കാര്യങ്ങളും സഹായിയായി ഉണ്ടെന്ന് സമ്മതിച്ച് പോറ്റി സ്ഥലം വിട്ടു. എന്നാൽ തന്നെ കൊണ്ട് ഭൃത്യവേല ചെയ്യിപ്പിച്ചതിൽ കുപിതയായ കാളി നമ്പൂതിരിപ്പാടിനെ വിട്ടുപോയി എന്നും പറയപ്പെടുന്നു. പണ്ടുകാലത്ത് പുഞ്ചമൺ പോറ്റി എത്രത്തോളം മഹാമാന്ത്രികനായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ തക്ക ശക്തനായിരുന്നു പോറ്റിയും അദ്ദേഹത്തിന്റെ പിൻതലമുറയും. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും പുഞ്ചമൺ ഇല്ലത്തുണ്ട്. ഇന്നും മന്ത്രങ്ങളടക്കം അമൂല്യ വിവരങ്ങളടങ്ങുന്ന താളിയോലകളും ഗ്രന്ഥങ്ങളുമെല്ലാം പുഞ്ചമൺ ഇല്ലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവരുടെ ഉപാസനാമൂർത്തികളുടെ പ്രതിഷ്ഠകളും ഇന്നും ഇല്ലത്ത് കാണാം.